ഇന്ത്യൻ സിനിമ തന്നെ ഫസ്റ്റ് ഇത് കണക്കൊരു എന്താ പറയുന്നത് എക്സ്പീരിയൻസ് അടിപൊളി തിയേറ്ററിൽ പോയി തന്നെ കാണണം. സൈഫയും ഫ്യൂച്ചറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു ഹെവി ആയിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദ മോസ്റ്റ് അവൈറ്റഡ് ഡേ ഓഫ് ഇന്ത്യൻ സിനിമ. ബോളിവുഡിന്റെ YRF പോലെ കോളിവുഡിന്റെ LC പോലെ ഇന്ത്യൻ സിനിമയുടെ ദ ബിഗ്ഗസ്റ്റ് സിനിമാറ്റിക് കൽക്കി യൂണിവേഴ്സ്, നാഗ് അശ്വിൻസ് ഇന്ത്യൻ സൈഫൈ എപ്പിക് മൂവി കൽക്കി AD 2898. അപ്പോൾ കൽക്കി കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. നേരെ കൽക്കി ഫസ്റ്റ് ഹാഫ് റിവ്യൂലേക്ക്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. കിട്ടിലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, അതാണ് പ്രത്യേകത. പിന്നെ ക്യാമിയോ മാത്രം വലിയ അത് ഫസ്റ്റ് ഹാഫിൽ റിവീലായി. ഫസ്റ്റ് ഹാഫ് റിവീലായി. ഓക്കെ. പിന്നെ മൊത്തത്തിൽ അടിപൊളി പടം. സ്റ്റോറിയാണ് പ്രധാനം. എന്നാലും ആ ഒരു ഹൈപ്പിന് ഒരു വലിയ സംഭവം എന്നുള്ള രീതിയിലുണ്ടോ? നമ്മൾ ഇപ്പം ആദ്യം നമ്മൾ പ്രതീക്ഷ ഡ്യൂണ്, സ്റ്റാർ വാർ പോലുള്ള പടങ്ങളുടെ കണക്കൊരു ഇൻസ്പിറേഷൻ. പക്ഷെ അതല്ല, ഇതൊരു നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും പിന്നെ നമ്മുടെ സൈഫയും ഫ്യൂച്ചറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു ഹെവി ആയിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്. പക്ഷേ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കണ്ട സ്റ്റോറി അടിപൊളിയായിട്ട് ഇന്റർവെൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒരു പാൻ വേൾഡ് റീച്ച് സംഭവം അങ്ങനെ ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും വെച്ചിട്ട് എല്ലാ ക്യാരക്ടറും കമൽഹാസനൊക്കെ അന്യായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുണ്ട്. അത്യാവശ്യം മേക്കിംഗ് ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ അത് കണക്കന്നെ സ്റ്റോറി ടെല്ലിംഗ്, ഒരു ഹിന്ദു മിത്തോളജി അത് കണക്കൊരു അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ പ്ലോട്ടും അത്യാവശ്യം നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള കണക്ക് തന്നെ അത്യാവശ്യം നല്ല മേക്കിംഗ് ഒക്കെയാണ്. ഇന്ത്യൻ സിനിമ തന്നെ ഫസ്റ്റ് ഇത് കണക്കൊരു എന്താ പറയുന്നത് എക്സ്പീരിയൻസ് അടിപൊളി തിയേറ്ററിൽ പോയി തന്നെ കാണണം. വിഷ്വലി എല്ലാം അത്യാവശ്യം നല്ല പടമാണ്. നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം. അത് മിസ് ചെയ്യില്ല, തിയേറ്റർ മിസ് ചെയ്യരുത്. അത്യാവശ്യം തിയേറ്ററിൽ തന്നെ കണ്ട പടങ്ങൾ. നമ്മുടെ ആ ഒരു സ്റ്റോറി ഒക്കെ ഹിസ്റ്ററി ബേസ്ഡ് പോവുകയാണ്. ഹിസ്റ്ററി ബേസ്ഡ് ആണ് എന്നുവെച്ചാൽ മഹാഭാരതം ടച്ച് ഉണ്ട്. അത് കണക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു ഫ്യൂച്ചറിലെ ഒരു വേൾഡ് പറയുന്നത്. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു വലിയ ബിഗ്ഗസ്റ്റ് സംഭവം അതിന്റെ ഇതുണ്ടോ? ഇന്റർവെൽ വരെ സ്ലോ പേഴ്സിലാണ് പടം പോകുന്നത്. കണ്ടോണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും കാണുമായിരിക്കും. ഫ്രാഞ്ചൈസി അല്ലേ, ഫ്രാഞ്ചൈസി ആകുമ്പോഴത്തേക്കും അതിന്റെ കണ്ടിന്യൂസ് വരുന്ന ഫ്രാഞ്ചൈസി സെഗ്മെന്റിൽ എന്തെങ്കിലും കാണുമായിരിക്കും. ഓക്കെ. ആ ഒരു ഹിസ്റ്ററി മൂഡിലാണോ പോകുന്നത്? നമ്മൾ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞാൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നിലവിലുള്ള വേൾഡിലോട്ട് വരുവാ ചെയ്യുന്നത്. ഓക്കെ. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഫാന്റസി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വേൾഡിലോട്ട് എത്താൻ കുറച്ച് സമയം പിടിക്കും. ഓക്കെ. ടെക്നിക്കലി എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഗ്രാഫിക്സ് ഒക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഓക്കെ. സ്റ്റാർസിന്റെ ഇൻട്രോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ഒക്കെ വരുന്നുണ്ട്. പ്രവാസിന്റെ ഒരു ഇൻട്രോ അത്ര രസമില്ല, എന്നാലും കൊള്ളാം. ഒരു നമ്മൾ പറയുന്ന ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഇൻട്രോ ഒന്നും അല്ല, എന്നാലും ഒരു യൂഷ്വൽ ഇൻട്രോ ആണ്. സർപ്രൈസ് ക്യാമിയോ വന്നിട്ടുണ്ടോ? ക്യാമിയോ ഉണ്ട്. ഓക്കെ. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അത്യാവശ്യം നമ്മൾ അത് പ്രതീക്ഷയുടെ അമിതവാരം ഇറക്കി വെച്ച് കാണണം. അത്യാവശ്യം നല്ല പടം. ഇതുവരെ കണ്ടതിൽ വെച്ച് കൊടുത്ത ഹൈ ഇൻട്രോയിൽ വരെ അത്യാവശ്യം നല്ലതാണ്. ഓക്കെ.